ശ്രീ ജോർജ് ജോസഫ്, നിധിൻ രാജിൻ്റെ മരണമുണ്ടാക്കുന്ന ഒരു വേദന അത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇന്ന് പങ്കുവച്ചതാണ്. അങ്ങേയറ്റം വേദനയോടെയും ഞെട്ടലോടെയുമാണ് ഓരോ വിദ്യാർത്ഥിയുടെയും മരണത്തെ കേരളം ഉൾക്കൊള്ളുന്നത്. ഇതിനെന്ത് നടപടി, പരിഹാരം എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ആ കുടുംബം ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. അവരുടെ കണ്ണുനീരിൻ്റെ വില ആർക്ക് നൽകാനാകും, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ നഷ്ടം ആര് നികത്തും എന്നുള്ളത്. ഇന്ന് നിധിൻ രാജിൻ്റെ അമ്മയെ കാണാൻ വന്ന പൂക്കോട്ട് വെറ്ററിനറി കോളേജിൽ മരിച്ച നമ്മുടെ സിദ്ധാർത്ഥൻ്റെ അമ്മ പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ എങ്ങും പുറത്തിറങ്ങിയിട്ടേ ഇല്ല അതിനുശേഷം. പക്ഷേ ഇത് സമാന ദുഃഖമുള്ള ഒരു അമ്മയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അടുത്തേക്ക് വരണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എത്തിച്ചേരുന്നത്. എൻ്റെ മകൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു നീതിയും കിട്ടിയില്ല. ആ അധ്യാപകരൊക്കെ തിരിച്ചു കയറി. അപ്പോൾ ഒരു നടപടിയും ഉണ്ടാക്കാത്ത ആ പ്രവണത തന്നെയാണ് ഇതിനൊക്കെ നയിക്കുന്നത് എന്ന് അവർ മാധ്യമങ്ങൾക്ക് മുൻപാകെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇങ്ങനെ എത്രയോ അമ്മമാർ, ഇതിനൊരു അറുതി വേണ്ടേ? നിധിൻ രാജിൻ്റെ ആ മരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് വളരെയധികം സങ്കടകരമായ ഒരു സംഭവമായി മാറി. കാരണം നിധിൻ രാജിനെ പോലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ്. കാരണം നിധിൻ രാജിൻ്റെ ആ സംഭാഷണം നമ്മൾ കേട്ടല്ലോ, അമ്മയോട് വീട്ടുകാരോട് പറയുന്ന ആ സംഭാഷണം. ആ പയ്യനെ എത്ര ഉത്തമ വിശ്വാസത്തോടെ ഏത് പ്രതിസന്ധിയെ നേരിടും എന്ന രീതിയിലല്ലേ സംസാരിക്കുന്നത്. പിന്നെ അന്ന് ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് ശേഷം അവിടെ എന്താണ് ഉണ്ടായത്? 11 മണി അടുപ്പിച്ചാണ് വീട്ടുകാരോടൊക്കെ സംസാരിച്ചത്. വീട്ടിലേക്ക് പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ വീണെന്നാണ് പറയുന്നത്. നിധിൻ രാജിനെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള അവിടെ ഒരു ലീഡർഷിപ്പുള്ള നല്ലൊരു കുട്ടിയായിട്ടാണ് കാണുന്നത്. ആ കുട്ടിയെ ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും അച്ഛൻ്റെ അമ്മയുടെ തൊഴിലിൻ്റെയും പേരിലുമൊക്കെ ആ മാനസികമായ സംഘർഷത്തിലേക്ക് നയിക്കുന്ന അധ്യാപകരാണ് അവിടെ ഉള്ളത്. അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാമിനെ പറ്റിയും അധ്യാപിക ഡോക്ടർ KT സംഗീതയെ പറ്റിയാണ് ആരോപണം. മറ്റൊരു അധ്യാപകനൂടെ ഉണ്ട്. ഇതുപോലുള്ള തൻ്റെ ഇടമുള്ള നീതികേടിനെ ചോദ്യം ചെയ്യുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു നിധിൻ രാജ്. കാരണം അമ്മയെപ്പറ്റിയൊക്കെ മോശമായിട്ട് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തു. അപ്പോൾ ആ അധ്യാപകർ പറഞ്ഞ് നിൻ്റെ മാർക്ക് കുറയ്ക്കും, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അവർ അതിനോട് പ്രതികരിക്കുന്നത്. ഈ കുട്ടിയുടെ അത്രയും പോലും വിവരമില്ലാത്ത കുറേ അധ്യാപകരാണ് അവിടെ ഉള്ളതെന്നേ പറയാൻ ഒക്കുള്ളൂ. കാരണം ഇങ്ങനെയൊക്കെയാണ് ഒരു കുട്ടിയെ നമ്മൾ എത്ര മോശക്കാരനായാലും അവരങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഇങ്ങനെയുള്ള കുട്ടികളെ ചേർത്ത് നിർത്തുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ജാതിയുടെ പേരിൽ അയാളെ മോശമായി ചിത്രീകരിക്കുക, നിറത്തിൻ്റെ പേരിൽ അച്ഛൻ്റെ തൊഴിലിനെ പറ്റി അവർക്ക് അഭിമാനം. ഏത് ആളായാലും ശരി, ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളെ തീർച്ചയായിട്ടും മക്കളെ പോറ്റുന്ന ആളെ നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ സ്നേഹത്തോടെ അല്ലേ ബഹുമാനത്തോടെ അല്ലേ കാണുന്നത്. മോഷ്ടിച്ചിട്ടൊന്നും അല്ലല്ലോ ആ കുട്ടികളെ വളർത്തിയത്. പെയിൻറ്റിങ് തൊഴിലാളിയല്ലേ പിതാവ്. അതുപോലെ രാജൻ അങ്ങനെയാണ് ആ കുട്ടികളെ വളർത്തുന്നത്. മാതാവും അവരും കുടുംബശ്രീയുടെ അവിടെ വേലയ്ക്ക് പോകുന്നുണ്ട്. അത്ര പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടി നല്ല രീതിയിൽ അവർ വളർത്തിയെന്നാണ് ആ സംഭാഷണത്തിൽ നിന്ന്. എത്ര ക്ലിയറായ സ്പഷ്ടമായ സംഭാഷണമാണ് ആ പയ്യൻ്റെ നമ്മൾ കേട്ടത്. അതുതന്നെയല്ല, അത് മെറിറ്റിൽ 2 പ്രാവശ്യം അദ്ദേഹത്തിന് മെറിറ്റിൽ കയറാൻ പറ്റിയില്ല ഈ MBBS. കാരണം അദ്ദേഹത്തിന് സാമ്പത്തികമില്ല. അതുകൊണ്ട് പഠിച്ച് തന്നെ കയറാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് 2 പ്രാവശ്യം മെറിറ്റിൽ വരാത്ത ആൾ പിന്നീട് പഠിച്ച് മിടുക്കനായിട്ടാണ് അവിടെ ചെന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാനസികമായ പയ്യനെ പീഡിപ്പിക്കുന്നത് കാണുന്നത്. നമുക്ക് നിധിൻ രാജിൻ്റെ ജീവൻ വെടിഞ്ഞ കാര്യം അത് നമുക്ക് തീരാ നഷ്ടമാണ്. അവിടെ നമ്മൾ കണ്ടല്ലോ, മറ്റൊരു അമ്മയുടെ അവിടെ വന്നു കയറി സിദ്ധാർത്ഥൻ്റെ പൂക്കോട്ടൂരിലെ സിദ്ധാർത്ഥൻ്റെ അമ്മ. ആ സംഭവത്തിന് ശേഷം ആ സ്ത്രീ ഇതുവരെ വെളിയിലിറങ്ങിയിട്ടില്ല, വീടിന് പുറത്തേക്ക് പോയി. നീതി ലഭിച്ചില്ല അവർക്ക്. ഞാനൊക്കെ അത് ശക്തമായിട്ട് പറഞ്ഞതാണ്. അവിടെ കുറച്ച് DYFIക്കാരും SFIക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ കുറേ സാറുമാരുണ്ടായിരുന്നു. അവിടുത്തെ ആ കുട്ടിയോട് ചെയ്ത പ്രവൃത്തികൾ അന്ന് ഇതുപോലെ തന്നെ ടിക്കറ്റ് റിസർവ് ചെയ്ത് കോഴിക്കോട് വന്നിട്ട് ഈ പയ്യനെ തിരിച്ചു വിളിച്ചു. എന്നിട്ടാണ് അവിടെയുള്ള കുറേ വിദ്യാർത്ഥികൾ DYFI SFIക്കാർ ഈ കുട്ടിയെ റാഗ് ചെയ്തത് മാത്രമല്ല പട്ടിണിക്കിട്ട് മരിച്ചു കിടന്നതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ജഡ്ഡിയിൽ തൂങ്ങിക്കിടക്കുകയാണ്. അതിനകത്ത് പോലീസും അത് വൃത്തിയോട് കാണിച്ചു. അന്വേഷണം ശരിയായ രീതിയിൽ കൊണ്ടുപോയില്ല. ഇങ്ങനെയുള്ള അധ്യാപകരെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? അവരെ പിരിച്ചുവിടണ്ടേ സർക്കാർ?
മാതൃപരമായി പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഒരു സംരക്ഷണം കിട്ടും. അതിനകത്ത് ചെറിയ രീതിയിലായാലും ശരി അവരെ ടെർമിനേറ്റ് ചെയ്യണം. ആ അധ്യാപകരൊക്കെ തിരിച്ചു വന്നു. അവിടെയുള്ള കുറേ കുട്ടികൾ 10-16 കുട്ടികളാണ് ആ സിദ്ധാർത്ഥിനെ അവിടെ പീഡിപ്പിച്ചത്. അതിലെ ഒരു കുട്ടിയുടെ പീഡിപ്പിച്ച ഒരു കുട്ടിയുടെ പിതാവ് സങ്കടം കൊണ്ട് ആത്മഹത്യ ചെയ്ത സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, ഇവിടെ രാജൻ്റെ ലതയുടെ അവരുടെ പ്രതീക്ഷകൾ എന്തായിരുന്നു? ഈ ചെറുക്കനെ പറ്റി വളരെയധികം പ്രതീക്ഷയില്ലേ അവർ? എത്ര നല്ല രീതിയിലാണ് സ്ഫുടമായിട്ടാണ് അങ്ങേര് സംസാരിക്കുന്നത്. അത് തന്നെ തനിക്കുണ്ടായ അവിടുത്തെ അനുഭവങ്ങളെല്ലാം തട്ടി നീക്കി അദ്ദേഹം അത് പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണേണ്ടത്. ആ സംഭാഷണത്തിന് അത് ഉണ്ട്, ആ കരുത്തുണ്ട്. പക്ഷേ എപ്പോഴാണ് ആ ധൈര്യം ചോർന്നു പോയത്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 11 വരെ വീട്ടിലേക്ക് വരാനിരുന്ന കുട്ടി എങ്ങനെയാണ് ആ മെഡിക്കൽ കോളേജിൻ്റെ 4ാം നിലയിൽ ചെന്നിട്ട് അവിടെ നിന്ന് വീഴാനുണ്ടായി? അത്ര തീവ്രമായ ഒരു മനോവിഷമം ആ കുട്ടിക്ക് ഉണ്ടാക്കിയതാര്? ഇതൊന്നും നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. നമ്മൾ സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ സങ്കടം നമ്മൾ കണ്ടല്ലോ. ഇവിടെ ഇപ്പം തീർച്ചയായിട്ടും ആ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ നിറം വെച്ച് അപമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ജാതി അതേപ്പറ്റി പറഞ്ഞ് അദ്ദേഹത്തിനെ സങ്കടത്തിലാക്കി. പിന്നെ അച്ഛൻ്റെ തൊഴിൽ പെയിൻ്റ് അടി തൊഴിലാളിയാണ്. അതുകൊണ്ടല്ലേ ആ കുടുംബം കഴിയുന്നത്. അത് മാനമായ തൊഴിൽ, ആ തൊഴിലിനെ അവഹേളിക്കുകയാണ്. മറ്റേ അമ്മയുടെ അവരും അതുപോലെ ഡെയിലി വേജസിൽ പോകുന്ന ഒരു സ്ത്രീയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും ജാതിപറിയന്മാർ തന്നെയാണ്, യാതൊരു സംശയമില്ല. നമുക്കൊരു പുരോഗതി ഇവിടെ ഉണ്ടായിട്ടില്ല. അതാണ് ഇവിടെ വീമ്പിളക്കുന്നുണ്ടല്ലോ ധാരാളം പാർട്ടിക്കാർ. ഏത് പാർട്ടിയായാലും ശരി, ഇവിടുത്തെ ഇന്നും അതേ കാഴ്ചപ്പാട് തന്നെയാണ് ഇവിടുത്തെ പല അധ്യാപകരും ഉന്നത രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും. ഈ കുട്ടിയെ ചേർത്ത് നിർത്തേണ്ടവരല്ലേ? അവനെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവനെ ഉപദേശിച്ച് ചേർത്ത് നിർത്തേണ്ടവരല്ലേ? അതൊന്നും അല്ലല്ലോ ഇവിടെ നമ്മൾ കണ്ടത്. കേരളത്തിലെ ആൾക്കാർക്ക് ധാരാളം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായെന്ന് പറയുന്നതും വീമ്പിളക്കുന്നെങ്കിലും ഒരു പ്രാഥമികമായ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണങ്ങളൊന്നും യുവമാർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. നല്ലൊരു ശതമാനം അധ്യാപകർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പയ്യനെ അവരുടെ അധ്യാപകരെ ഓഫീസിൽ വിളിച്ച് എല്ലാവരും കൂടി ഇവനെതിരായിട്ട് ശബ്ദിക്കുകയും നീങ്ങുകയും ചെയ്യുന്നത്, അതൊക്കെ എന്താണ് പറയുന്നത്? അതിന് SC/ST ആക്ട് കേസ് അനുസരിച്ച് നിയമ നടപടി 2 അധ്യാപകർക്ക് എടുക്കണം. SC/ST ആക്ട് 3 സെക്ഷൻ 3 അനുസരിച്ച് തീർച്ചയായിട്ടും ഒരു കുറ്റകരമാണ്. കാരണം ജാതി പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ നിറം കണ്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്, അവരുടെ മാതാപിതാക്കൾ ജോലിയെപ്പറ്റി അവഹേളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും SC/ST ആക്ട് ജാമ്യം കിട്ടാത്ത വകുപ്പിൽ ഇവരെ അറസ്റ്റ് ചെയ്യണം. 2-3 പേരെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ SC/ST കേസിനകത്ത് കൃത്യമായ നടപടി, അതൊക്കെ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ SC/STയുടെ കേസിൻ്റെ ഒരാവശ്യമൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഈ കുട്ടികൾ പറയുന്നത് കേട്ടില്ലേ? അവരെത്ര വേദനയോടെയാണ് ആ ജാതിപരമായിട്ട് അവരെ ഈ മേൽജാതിക്കാർ കാണുന്നത്. അതൊന്നും നമുക്ക് വകവെച്ചു. അതെ, അത് മാത്രമല്ല ശ്രീ ജോർജ് ജോസഫ്, ഈ വിദ്യാർത്ഥിയെ കളിയാക്കുമ്പോൾ സഹപാഠികൾ കൂടി ചിരിക്കണം. ഈ അധ്യാപകന്റെ കളിയാക്കലുകളിൽ സഹപാഠികൾ ചിരിക്കണം. ഇല്ലെങ്കിൽ അവർക്കെതിരെയും വലിയ രീതിയിൽ രോഷപ്രകടനം ഈ അധ്യാപകൻ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞതുപോലെ കൃത്യമായ നടപടി എടുക്കണം എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിലെ നമ്മുടെ അനുഭവവും ഒരു ഉദാഹരണമായി നിൽക്കുകയാണ്. ആര് നടപടി എടുക്കുന്നു, കൃത്യമായ അന്വേഷണം എവിടം വരെ എത്തി നിൽക്കുന്നു, സാമൂഹിക അന്തരീക്ഷം എത്ര മാറി എന്നൊക്കെയുള്ളതാണ്.